നമസ്കാരം. പരാതികൾ കുന്നോളം വന്നിട്ടും വേടനെ കണ്ടുകിട്ടാനാകാതെ വലയുകയാണ് കേരള പോലീസ്. വേടനെ തേടി പോകേണ്ട, വേടൻ ഞങ്ങളെ തേടി വരുമെന്ന നിലപാടിലാണെന്ന് തോന്നുന്നു പോലീസ്. ഒളിവിൽ കഴിയുന്ന വേടൻ ശനിയാഴ്ച കൊച്ചിയിലെത്തും, അപ്പോൾ പിടിക്കാമെന്നായിരിക്കും പോലീസിന്റെ നിഗമനം. എന്നാൽ ഈ പരിപാടി മാറ്റിവെച്ചതായിട്ടാണ് സംഘാടകർ ഇപ്പോൾ പറയുന്നത്. വിവിധ ആരോപണങ്ങളിൽ മുങ്ങി നിൽക്കുന്ന വേടനെ സഹായിക്കുകയാണ് സർക്കാരും ഇടതുപക്ഷ പ്രവർത്തകരുമെന്ന് ഇതിലൂടെ വ്യക്തം. വേടനെ രക്ഷിച്ചെടുക്കാനാണ് ഇതെല്ലാം. ഈ സാഹചര്യത്തിലാണ് ഹൈക്കോടതി വിധി നിർണായകമാകുന്നത്. ബലാത്സംഗ കേസിൽ പ്രതിയായതിന് പിന്നാലെ വേടൻ എവിടെയാണ് എന്ന് ആർക്കും കണ്ടെത്താനായില്ല. ഇന്ത്യയിൽ തന്നെയുണ്ടോ അതോ വിദേശത്തേക്ക് കടന്നുവോ എന്നൊന്നും കൃത്യമായി അറിയാത്ത അവസ്ഥയാണ്. കൊച്ചിയിൽ നടത്താനിരുന്ന സംഗീത പരിപാടിക്കായി വേടൻ വരില്ല എന്ന നേരത്തെ ഉറപ്പായിരുന്നുവെങ്കിലും കഴിഞ്ഞ ദിവസമാണ് ഇതിൽ ഒരു സ്ഥിരീകരണം ഉണ്ടായത്. ബോൾഗാട്ടി പാലസിൽ ശനിയാഴ്ചയാണ് വേടന്റെ പരിപാടി സജ്ജമാക്കിയിരുന്നത്. പരിപാടിക്ക് എത്തിയാൽ സ്വാഭാവികമായും പോലീസ് അറസ്റ്റ് ചെയ്യേണ്ടി വരും എന്ന ഭയത്താലാണ് സംഗീത പരിപാടി മാറ്റിവെച്ചത് എന്നാണ് അറിയുന്നത്. ബോൾഗാട്ടി പാലസിൽ ഓളം ലൈവ് എന്ന പേരിലാണ് പരിപാടി നടത്താനിരുന്നത്. കാണികളുടെ വലിയ പങ്കാളിത്തവും പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ വേടനെതിരെ ബലാത്സംഗത്തിന് കേസെടുത്ത പോലീസിന് അറസ്റ്റ് ചെയ്യാതെ മറ്റൊരു ഓപ്ഷൻ പോലും ഇല്ല. പ്രത്യേകിച്ച് പബ്ലിക്കിനിടയിൽ വരുന്ന വേടനെ പൊക്കാൻ പറ്റിയില്ല എങ്കിൽ അതിൽ പരം നാണക്കേട് പോലീസിന് ഇല്ല. അങ്ങനെ ഒരു നാടകം ഒഴിവാക്കാൻ വേണ്ടിയാണ് വേടൻ തന്നെ ഒളിവിൽ തുടരാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതോടെയാണ് പരിപാടി മാറ്റിവെക്കാൻ സംഘാടകർ നിർബന്ധിതരായത്. മറ്റൊരു ദിവസത്തേക്ക് പരിപാടി മാറ്റി വച്ചു എന്നും സംഘാടകർ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ഈ വേടന്റെ ഓളം, ഈ കേസിന്റെ ഓളമൊക്കെ മാറുമെന്നുള്ള പ്രതീക്ഷയിലായിരിക്കാം സംഘാടകർ. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിരവധി പരിപാടികളാണ് വേടൻ നടത്തിയിട്ടുള്ളത്. കുട്ടികൾ ഉൾപ്പെടെ വലിയ ജനപങ്കാളിത്തവും പരിപാടികളിൽ ഉണ്ടാകാറുണ്ട്. പുലിപ്പല്ല് കൈവശം വച്ച കേസിൽ വേടൻ അടുത്തിടെ അറസ്റ്റിലായിരുന്നു. ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കെട്ടടങ്ങുമ്പോഴാണ് ബലാത്സംഗ പരാതിയും ഉയരുന്നത്. നേരത്തെ വേടനെതിരെ മീടു ആരോപണവും ഉയർന്നിരുന്നു. ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട സംഗീത പരിപാടികളിൽ സജീവമാകുമ്പോഴാണ് യുവ ഡോക്ടറുടെ പരാതിയിൽ ഒളിവിൽ പോകേണ്ടി വന്നത് വേടന്. തൃക്കാക്കര ACPയുടെ മേൽനോട്ടത്തിലാണ് കേസ് അന്വേഷണം നടക്കുന്നത്. പരിപാടിക്കെത്തിയാൽ അറസ്റ്റ് ചെയ്യാനായിരുന്നു പോലീസ് തീരുമാനിച്ചിരുന്നത്. ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യത്തിനായി വേടൻ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. കേസിൽ ഇൻഫോ പാർക്ക് SHOയ്ക്കാണ് നിലവിലത്തെ ചുമതല. അതേസമയം വേടനുമായുള്ള യുവതിയുടെ സാമ്പത്തിക ഇടപാടുകൾ പോലീസ് കണ്ടെത്തുകയായിരുന്നു. 5 തവണയാണ് പീഡനം നടന്നത്. കോഴിക്കോടും കൊച്ചിയിലും ഏലൂരിലും വെച്ച വേടൻ പീഡനത്തിനിരയാക്കിയതായാണ് ഈ ഒരു യുവതിയുടെ മൊഴി. ലഹരി മരുന്ന് ഉപയോഗിച്ച ശേഷമാണ് പീഡിപ്പിച്ചത്. ഇക്കാര്യങ്ങളൊക്കെ അറിയുന്ന സുഹൃത്തുക്കളുടെ പേരും യുവതിയുടെ മൊഴിയിൽ ഉണ്ട്. 2023 ജൂലൈ മുതൽ തന്നെ ഒഴിവാക്കാൻ തുടങ്ങി. വിളിച്ചാൽ ഫോൺ എടുക്കാതെയായി. പിന്മാറ്റം തന്നെ മാനസികമായി തളർത്തിയതായും അത് പിന്നീട് ഡിപ്രഷനിലേക്ക് എത്തിപ്പെട്ടതായുമാണ് യുവതി പറയുന്നത്. പലപ്പോഴായി 31,000 രൂപ വേടന് കൈമാറിയിട്ടുണ്ട് എന്നും യുവതി വ്യക്തമാക്കുന്നുണ്ട്. പണം കൈമാറിയതിൻ്റെ അക്കൗണ്ട്, GPay ട്രാൻസാക്ഷൻ എല്ലാം തന്നെ യുവതി ഹാജരാക്കിയിട്ടുണ്ട്. ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയാണ് വേടനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്.